എസ്കേലിന്റെ പുസ്തകം അതിന്റെ 37-ാം അധ്യായം. वहां पर इस बार लिखा हुआ है कि हम पढ़ेंगे नहीं, लेकिन जो इसमें लिखा हुआ है घटना के बारे में, परमेश्वर का वचन कहता है कि परमेश्वर ने एजेकियल नबी को दर्शन देता है और दर्शन देने के बाद परमेश्वर अपनी आत्मा के द्वारा एजेकियल को एक ऐसी जगह ले जाता है. ഇവിടെ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, എസ്കേലിന്റെ പുസ്തകത്തിലെ ദൈവം അവന് കൊടുത്തതായ ചില വെളിപ്പാടുകളെ ഇവിടെ വെളിപ്പെടുത്തും. ഞാൻ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. और परमेश्वर ने उसे अपनी आत्मा के द्वारा एक ऐसी जगह ले जाता है, वो जगह जो सूखी हड्डियों से भरी हुई थी. അവൻ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ദാസൻ എസ്കേലിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ കാര്യങ്ങൾ. और वो हड्डियां जो थी सूखी हुई हड्डी थी. അവിടെ കിടന്ന അസ്ഥികൾ അത് ഉണങ്ങിയ അസ്ഥികളായി. और परमेश्वर ने इसके नबी को चारों तरफ घुमाते हुए और ദൈവം എസ്കേലിനെ 4 ഭാഗം ചുറ്റി കറക്കി കൊണ്ടുപോയി. और परमेश्वर ने प्रश्न पूछते हैं वहां, അവിടെ ദൈവത്തിന്റെ അഭിഷിക്തനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. क्या ये हड्डियां जीवित हो सकती हैं? ഇപ്രകാരം ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? इसकी बहुत ही एक्सीलेंट जवाब देता है. और എസ്കേലിന്റെ പ്രവാചകൻ ഇപ്രകാരം അവരെ ഒരു ഉത്തരം പറയുകയാണ്. कहता प्रभु तू जानता है. അവിടെ ഇപ്രകാരം പറയുന്നു, കർത്താവേ നീ അറിയുന്നുവല്ലോ. क्योंकि उसने जो परिस्थिति को देखा, हड्डियों की परिस्थिति को देख करके उसने कहा वो सिर्फ तू जानता है. അവൻ അസ്ഥിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണ്. क्योंकि जो कंडीशन था, वो उसका जो कंडीशन था, वो इसलिए था बहुत ही बड़ी सिचुएशन थी. അവിടുത്തെ ആ സിറ്റുവേഷൻ വളരെ കഠിനമായിട്ടുള്ള അവസ്ഥയായിരുന്നു. और तब परमेश्वर ने इसके नबी से बोलते हैं कि तू जाकर उन हड्डियों से बोल. ദൈവത്തിന്റെ ശബ്ദം ഇപ്രകാരം എസ്കേലിനോട് പറഞ്ഞു, നീ അസ്ഥിയോട് കൽപ്പിക്കായിരുന്നു. और इसलिए वैसे ही होता है जैसे परमेश्वर ने इसके से बोलने के लिए कहते हैं. എസ്കേൽ പ്രവാചകൻ ദൈവം എന്താണോ പറഞ്ഞത് അത് പറയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. परमेश्वर ने इसके से यही कहते हैं कि तू जाकर मेरे वचन उन हड्डियों से बोल. ദൈവം പ്രവാചകനോട് ഇപ്രകാരം അരുളി ചെയ്തു. और इसके जाकर उन हड्डियों से बोलने लगता है परमेश्वर के वचन के अनुसार. ദൈവം പറഞ്ഞത് പ്രകാരം എസ്കേൽ പ്രവാചകൻ അസ്ഥിയോട് കൽപ്പിച്ചു കൊടുത്തു. मेरे प्रिय मानते हैं हड्डी दूसरे हड्डी से जुड़ने लगती है. ഇവിടെ ഇപ്രകാരം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയോട് ചേർന്ന് കാണുകയാണ്. जैसे उन्होंने परमेश्वर के वचन को सुना, जैसे इसके भविष्यवाणी किया, उन हड्डियों से बोला, वैसे हड्डियां एक दूसरे से जुड़ने लगी. ഇപ്രകാരം ദൈവത്തിന്റെ കൽപ്പന കേട്ടപ്പോൾ എസ്കേൽ പറഞ്ഞത് പ്രകാരം ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയോട് ചേർന്ന് നാം കാണുകയാണ്. मैं आपको बता दूं, पहले हड्डी कान में नहीं जुड़े या कान में हड्डी हाथ में नहीं जुड़े, जैसे परमेश्वर का वचन सुन उसी के अनुसार सही तरीके से वो ज्वाइन हो गए. ഇപ്രകാരം നമ്മൾ കേൾക്കുന്നു, ചെവിയുടെ അസ്ഥി ചെവിയോട് ചേർന്നു, കാലിന്റെ അസ്ഥി കാലിനോട് ചേർന്നു. അപ്രകാരം ഇവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അസ്ഥി അസ്ഥിയോട് ചേർന്നു. मैं आपको बताना चाहता हूँ, ये परमेश्वर का वचन है और इसमें ताकत है, सामर्थ है. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ഇതിന് ശക്തിയുണ്ട്. ये आपको बदल सकता है कि मुझे भी बदल सकता है. ഈ കർത്താവിന്റെ വചനം നമ്മെ എല്ലാവരെയും മാറ്റമുണ്ടാവാൻ സാധിക്കും. क्योंकि ये परमेश्वर का वचन है. हालेलुया. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. जो परमेश्वर की आत्मा से लिखा गया है. ഇതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. और जैसे इसलिए बोलता है हड्डियों से वो अंधाधुंध हो जाते हैं और उनमें मांस आ जाता है, नसें आ जाती हैं, चमड़े आ जाता है, लेकिन उसमें जीवन नहीं था. ഇവിടെ इप्रകാരം കാണുന്നു, അസ്ഥി അസ്ഥിയോട് ചേർന്നു, തൊലിയോട് ചേർന്നു, എന്നാൽ അതിന് ജീവനുണ്ടായിരുന്നു. अपने जीवित रहने के लिए, जीवित होने के लिए उन्हें आत्मा की जरूरत है. ഇവിടെ ജീവനുണ്ടാകുന്നതിന് ആത്മാവിന്റെ ആവശ്യമുണ്ട്. और तब परमेश्वर ने इसके से फिर बोलते हैं, तुम जाकर के सांस से भविष्यवाणी कर. പിന്നെ ഇപ്രകാരം എസ്കേലിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശാസ്ത്രത്തോട് കൽപ്പിക്കാൻ. और जैसे इसके भविष्यवाणी करते हैं, वैसे उसमें आत्मा, परमेश्वर का आत्मा आगे से आ जाता है. ദൈവത്തിന്റെ പ്രവാചകൻ എസ്കേൽ ഇപ്രകാരം പറഞ്ഞപ്പോൾ അവിടെ ആത്മാവിനാൽ എല്ലാം വിവാദമായി. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. और जीवित प्राणी बन जाते हैं. അത് ഒരു ജീവനുള്ള വസ്തുവായി एक बहुत बड़ी सेना तैयार हो जाती है. അവിടെ വലിയ സൈന്യം ഉൾപ്പെട്ടപ്പെട്ടു. मेरे प्रियो, മേലെ परमेश्वर के वचन में सामर्थ है. ഞാൻ പ്രകാരം പറയുവാനായിരുന്നു, ദൈവത്തിന്റെ വചനത്തിലുണ്ട്. अपने जीवन से गवाही पाना चाहता हूँ. എന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ सब डिप्रेशन का दवा ले रहा था. ഞാൻ കഴിഞ്ഞ 12-13 വർഷമായിട്ട് മരുന്നെടുത്ത വ്യക്തിയാണ്. और
കൊച്ചു കുട്ടികളിലായിരുന്നു. और मुझे बच्चे का भी दवा लेना था। ഞാൻ കഴിഞ്ഞ നാളുകളായിട്ട് മരുന്നുകഴിച്ചുകൊണ്ടിരിക്കുകയാണ്. मुझसे बोलने लगा, പിശാച് ഇപ്രകാരം എന്നോട് പറഞ്ഞു, तेरा जीवन बेकार है, तुझे जीना नहीं चाहिए। പിശാച് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ജീവിതം ബേക്കാറാണ്, നിന്റെ ജീവിതം നശിക്കും. तुझे मरना चाहिए क्योंकि तेरा जीवन बेकार है, तू किसी लायक नहीं है। शैतान आकर के मेरे कान में ऐसे बोला। പിശാച് ഇപ്രകാരം എന്നോട് പറഞ്ഞുകൊണ്ട് നിന്റെ ചെവിയോട് പറഞ്ഞുകൊണ്ടിരുന്നു, നീ ഒരു ബേക്കാറാണ്, നീ നശിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നീ മരിക്കേണ്ടവനാണ്. और मैंने डिसीजन ले लिया, आज रात 12 बजे घर से निकलूंगा ഞാൻ ഇപ്രകാരം തീരുമാനിച്ചു, രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിൽ നടന്നു. और मैं हाईवे घर के पास में हाईवे है എന്റെ വീടിന്റെ പരിസരത്ത് ഒരു ഹൈവേ ഉണ്ട്. और मैं जाके गाड़ी के नीचे बैठ जाऊंगा। ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ വണ്ടിയുടെ അടിയിൽ പോയി വലിക്കുക. फांसी लगा लूंगा, ഞാൻ തൂങ്ങിക്കാൻ തീരുമാനിച്ചു. या जहर खा लूंगा, ഞാൻ രക്ഷപ്പെടുകയോ या नदी में जाके डूब जाऊंगा। നദിയിലേക്കാവോ തീരുമാനിച്ചു. मेरा निर्णय ले चुका था, അങ്ങനെയും തീരുമാനമെടുത്തു. लेकिन शाम 7 बजे പക്ഷേ 8 മണിക്ക് വൈകിട്ട് 7 മണിക്ക് मेरी बात कोई आओ मैं प्रार्थना करता हूँ, എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. लेकिन मैंने बोला मैं प्रार्थना नहीं करूंगा। ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. मुझे प्रार्थना की जरूरत नहीं है, പ്രാർത്ഥന ആവശ്യമില്ല. मुझे परमेश्वर की जरूरत नहीं है। എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. नहीं तुमको करना है तो तुम कर लो। നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്തോ, എനിക്ക് ആവശ്യമില്ല. लेकिन मेरी वाइफ जबरदस्ती मुझे पकड़ के प्रार्थना करना शुरू कर പക്ഷേ എന്റെ ഭാര്യ എന്നെ നിർബന്ധിച്ച് എന്നെ പ്രാർത്ഥിക്കാൻ वो बताते परमेश्वर का आत्मा मेरे बल से उतरा मेरे ऊपर അന്ന് വൈകിട്ട് എന്റെ പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി. और उसी वक्त मुझे चंगाई मिला। അന്ന് വൈകിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. 3 महीने मैंने പിന്നെ 3 മാസം परमेश्वर का वचन लेकर के सुबह 5 बजे मैंने करना शुरू किया। ഞാൻ 3 മാസം ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് രാവിലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. यीशु तेरे कोड़े खाने से मैं चंगा हो गया हूँ। ഞാൻ ഇപ്രകാരം പറഞ്ഞു, യേശുവിന്റെ രക്തത്താൽ എനിക്ക് സൗഖ്യമുണ്ട്. मैंने तेरा साथ डिप्रेशन करवाने लगा। ഞാൻ 13 വർഷം ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. आज नंबर से मैं एक भी दवा नहीं ले रहा പക്ഷേ हूँ। കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നില്ല. हालेलुया हालेलुया. हालेलुया हालेलुया. परमेश्वर के वचन में सामर्थ है। ഞാൻ എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. पवित्र आत्मा सामर्थ है। सामर्थ करते हैं। अपने जीवन को बदलने के लिए, अपने जीवन को संभालने के लिए। क्या आपके अंदर परमेश्वर की आत्मा है? क्या आपके अंदर परमेश्वर का वचन है? ഞാൻ എല്ലാ ആദരവും ദൈവത്തിന് കൊടുക്കും. हो सकता है आपकी सिचुएशन घटियों के समान हो सकता है। ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ആ സ്ത്രീയോട് हो സമാനമായിരിക്കും. सकता है आपके नजरों में असंभव इम्पॉसिबल, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ലായിരിക്കും. लेकिन असंभव करने वाला एक हमारे पास है। എല്ലാം സാധിക്കുന്നതിന് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. उसका नाम है यीशु। അവന്റെ പേരാണ് യേശു. उसका नाम है यीशु। അവന്റെ പേരാണ് യേശു. यीशु से कुछ भी असंभव नहीं है। ഒന്നും അസാധ്യമല്ല. उसने सब कुछ क्रूस पर संभव कर दिया है। എല്ലാം യേശു ക്രൂശിൽ സംഭവിച്ചിട്ടാണ്. हालेलुया हालेलुया. हालेलुया हालेलुया. आई नहीं है इसके लिए प्रभु को धन्यवाद देता हूँ। परमेश्वर से किसी गवाही के द्वारा आपको आशीष के आई मैं प्रार्थना करूंगा। എന്റെ മുമ്പിലെ സമയം വളരെ കുറവായി തോന്നുന്നു. പ്രാർത്ഥിക്കാം. महापिता परमेश्वर मैं आपको धन्यवाद करता हूँ। प्रभु യേശുവേ, കർത്താവേ, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. आपने मुझे समय दिया है, കർത്താവേ, സമയം തന്നു. इस वचन के लिए धन्यवाद करता हूँ। ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് यह वचन लोगों के जीवन को बदलने पाएगा। എല്ലാ ജനത്തിനെയും സംരക്ഷിക്കുന്നതിനും यीशु के नाम യേശുവിന്റെ നാമത്തിൽ आमीन। ആമേൻ. एक बार फिर मैं परमेश्वर के दास को धन्यवाद करता हूँ, प्रभु को बहुत आशीष करे।
Bersama-sama Dewi Lasabal Karyawan. Thank you.